ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ദിവസം ഓഗസ്റ്റ് 11 ഒരു പ്രത്യേകതയുണ്ട്. അതായത് തുളസീദാസിൻ്റെ 527ാമത്തെ ജന്മദിനമാണ്. ആരാണ് തുളസീദാസ്? അദ്ദേഹം സന്യാസിയും കവിയുമായിരുന്നു. ശ്രീരാമനോട് വലിയ ഭക്തിയുള്ള ആളായിരുന്നു ആര്? തുളസീദാസ്. തുളസീദാസ് നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ടെങ്കിലും സംസ്കൃതത്തിലെ രാമായണത്തിൻ്റെ പുനരാഖ്യാനമാണ് രാമചരിതമാനസ്. ഈ രാമചരിതമാനസത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. ഉത്തരേന്ത്യയിലൊക്കെ രാമചരിതമാനസമാണ് വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും വായിക്കുന്നത്. കേരളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്. അതേപോലെ ഉത്തരേന്ത്യയിൽ തുളസീദാസിൻ്റെ രാമചരിതമാനസമാണ് പ്രസിദ്ധമായിട്ട് ഉള്ളത്. വലിയ രാമഭക്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വാൽമീകി മഹർഷിയുടെ പുനർജന്മമായിട്ടൊക്കെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസയും അദ്ദേഹമാണ് എഴുതിയതെന്നാണ് കണക്കാക്കുന്നത്. തുളസീദാസ് തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും ചിലവഴിച്ചത് വാരണാസി എന്ന് പറയുന്ന നഗരത്തിലാണ്. അതുപോലെ തന്നെ ഗംഗാനദിയിലെ പ്രസിദ്ധമായ തുളസി ഘട്ട്, ഇത് തുളസീദാസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി ദിവസമാണ് തുളസീദാസ് ജനിച്ചത്. ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ് 11 അദ്ദേഹം ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 527ാമത്തെ ജന്മവാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി പല കഥകളും പറയുന്നുണ്ട്. അദ്ദേഹം ജനിച്ചപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ 12 മാസം കിടന്നതിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചതെന്നും ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ 32 പല്ലുകൾ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ജനനം പിതാവിന് ദോഷം വരുത്തുമെന്നറിഞ്ഞ അമ്മയും അച്ഛനും കൂടി ഈ കുട്ടി ജനിച്ചിട്ട് 4ാമത്തെ ദിവസം ഈ കുട്ടിയെ ഉപേക്ഷിച്ചെന്നും പിന്നീട് ഒരു ജോലിക്കാരി, അതായത് വീടുകളിലൊക്കെ പണിക്ക് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ കുട്ടിയെ എടുത്ത് വളർത്തിയെന്നും 5 വയസ്സായപ്പോൾ ആ സ്ത്രീ മരിച്ചതിന് ശേഷം ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹം ജീവിച്ചതെന്നും പിന്നീട് തൻ്റെ ഗുരുവിനെ കണ്ടെത്തിയെന്നും അങ്ങനെ ഗുരുവാണ് തുളസീദാസ് എന്ന് പറയുന്ന നാമം അദ്ദേഹത്തിന് കൊടുത്തതെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് വാരണാസിയിലും അയോധ്യയിലുമൊക്കെ അദ്ദേഹം താമസിച്ചു. ഗുരു ധാരാളം തവണ അദ്ദേഹത്തിന് രാമായണം പറഞ്ഞു കൊടുത്തുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് രാമായണം വിവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. പല കഥകളും പല രീതിയിലാണ് പല ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് കൃത്യമെന്ന് നമുക്ക് അത്ര കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും ഉത്തരേന്ത്യയിലൊക്കെ പ്രസിദ്ധമായ രാമചരിതമാനസത്തിൻ്റെയും അതുപോലെ തന്നെ ഹനുമാൻ ചാലീസയുടെയും കർത്താവാണ് തുളസീദാസ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തെ ഓർക്കുക. ഒരു നിമിഷം അദ്ദേഹത്തെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. 11 ഞായറാഴ്ച ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടെ സ്മരിക്കുക. ഹരേ കൃഷ്ണ.